കണവ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ഇത് റബ്ബർ പോലെ ഇരിക്കുന്നു, ഭയങ്കര ഇതാണ്, കട്ടിയാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷേ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പഞ്ഞി പോലുള്ള കണവ റോസ്റ്റ് നമുക്ക് കഴിക്കാം. ഫസ്റ്റ് നമ്മളിത് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറമേ ഒരു ലെയർ കാണും. ആ ലെയറൊക്കെ ഫസ്റ്റ് നമ്മൾ നന്നായി റിമൂവ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഉൾഭാഗവും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മളിത് ക്ലീൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണവയ്ക്കാണെങ്കിൽ ഒരു ഉള്ളിൽ അതിനൊരു ബ്ലൂ കളറിലൊരു ഇത് കാണും. അതിന് മഷി എന്നാണ് പറയുന്നത്. അത് പൊട്ടാത്ത രീതിയിൽ സൂക്ഷിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും നമ്മുടെ കണവ റോസ്റ്റിന്. അതിനുശേഷം ഇതൊക്കെ കണവ ഒക്കെ വൃത്തിയാക്കി നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഒരു അരിപ്പക്കൊട്ടയ്ക്കകത്ത് വെക്കുക, വെള്ളം തോരാൻ വേണ്ടി. തോർന്നതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പുമായി ചേർത്ത് വെള്ളം വെക്കാതെ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കണവ വെന്ത് കിട്ടും. റോസ്റ്റിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, തേങ്ങാക്കൊത്ത് എന്നിവയാണ്. ഇവ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ പൊടികൾ ചേർക്കുക. പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല ഇവയെല്ലാം നന്നായി പച്ചമണം മാറുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ നമ്മളുടെ മസാലയും കണവയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാവുന്നതാണ്. നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ഉച്ചയൂണ് കഴിച്ചാലോ. നമുക്കിന്ന് കണവ റോസ്റ്റും കൊഞ്ച് ചമ്മന്തിയുമാണ് നമ്മളുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്